എന്ത് പറയുമോ? എന്തെങ്കിലും പറയട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലോ, ഇതെന്താ നീ മുറ്റമടിക്കണത്? ഈ സമയത്ത് ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അറിയില്ലേ എനിക്ക്? നല്ല കോലമുണ്ട്. അതിവിടുത്താ, ഞാൻ അടിക്കാം. അവിടെ പരിപ്പ് കുക്കർ. അതാ, നീ എപ്പോ വന്ന്? ഞാൻ എന്താ ഇപ്പൊ വന്നേളുമ്മ. ഇതാണിപ്പോ നിങ്ങക്ക് നിങ്ങളുടെ മരുമകളെ കൊണ്ടുള്ള സ്നേഹം. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് നല്ല സ്നേഹമായിരിക്കും നിങ്ങളുടെ മരുമകളെ കൊണ്ടുവന്ന്. ഒക്കെ വെറുതെ പറയരുത് നിങ്ങള്. നിങ്ങൾക്ക് നല്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ, ഇതാ ഇവള് ഗർഭിണിയല്ലേ, അവളെ കൊണ്ട് മുറ്റുപടിപ്പിക്കും നിങ്ങള്. അതിന് ഞാൻ ചെയ്യിക്കൊന്നുമല്ല, അവള് ചെയ്യണതാണ്. അവള് ചെയ്താ നിങ്ങൾ പറയണ്ടേ വേണ്ടാന്ന്? ചിലപ്പോ ചമ്മല് കൊണ്ടായിരിക്കും. ഇവിടെ പണിക്ക് വന്നതല്ലേ, പിന്നെ അങ്ങനെ ഈ വീട്ടിലത്തെ മരുമകളായതല്ലേ, ചിലപ്പോ അതിന്റെ ആയിരിക്കും. എങ്ങനെയായാലും ശീലം മറക്കില്ലല്ലോ. നീ വാ ഇങ്ങട്, ഉള്ളി കയറ്. എന്നാലും എത്ര മാസമായി ഞാനിങ്ങോട്ട് വന്നിട്ട് നിങ്ങളെന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടമ്മ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊക്കെ വിട്. അവനക്ക് എന്നെ കൊണ്ട് ദേഷ്യമുണ്ടമ്മ ഇപ്പോഴും. പിന്നെ ദേഷ്യമില്ലാണ്ടിരിക്കുവോ? ഇവിടെ ഉണ്ടാ? ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാണ്. നീ ഇന്ന് തന്നെ പോവോ? ഇന്ന് തന്നെ പോകാന്നാ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോ കണ്ടില്ലേ, ഏതാ നാത്തും പണി ചെയ്യുന്നത്. അതുകൊണ്ട് അവളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഒരു 2 ദിവസം ഇവിടെ നിൽക്കാന്ന് വിചാരിക്കുകയാണ്. വെറും 2 ദിവസം ഇട്ടമ്മ, 2-3 ദിവസം. അതിൽ കൂടുതൽ എന്നെ കൂടെ നിൽക്കാൻ പറയണ്ട. വെറുതെ നാത്തൂനെ സഹായിക്കാൻ വേണ്ടി മാത്രം. നീ ഡോക്ടറിനെയൊക്കെ കാണാൻ പോണില്ലേ? ചെക്കപ്പൊക്കെ ചെയ്യുന്നില്ലേ? പോകാറുണ്ട്. ഇപ്പൊ കറക്റ്റ് എത്ര മാസമായി? അല്ല, ഒരു ഐഡിയ കിട്ടാനാണേ. ഐഡിയ എന്തിന്? അല്ല, എത്ര മാസമായി എന്നറിയാലോ, അതിനുവേണ്ടി ചോദിച്ചതാണ്. ഇപ്പൊ 4 മാസമായി. ഇനി നീ 2 ദിവസമേ ഒരു പണിയും ചെയ്യണ്ട, നന്നായി വിശ്രമിച്ചോ. പണിയൊക്കെ ഞാൻ ചെയ്തോളാം. എന്താമ്മ, അവൻ എന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടിയില്ല. അവൻ അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊണ്ട് ക്ഷമിക്കില്ല. എന്തായാലും നിന്നെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലോ, അത് തന്നെ ഭാഗ്യം. അവനക്ക് എന്റെ മേലെ നല്ല ദേഷ്യമാണ് തോന്നും. ഞാനൊന്ന് പോയി കാണട്ടെ അവനെ. പോയി കാണ്. ഞാൻ ചോറെടുത്ത് വെക്കാം, കഴിക്കാൻ വരി. എനിക്കിപ്പോഴും എന്നെ കൊണ്ട് ദേഷ്യമാണ് അല്ലേ? എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്, എനിക്ക് മനസ്സിലായി. നീ സ്നേഹിക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ലായിരുന്നു. എന്തോ എനിക്ക് അന്ന് അങ്ങനത്തെ ഒരു പൊട്ടബുദ്ധി തോന്നി. നീ എന്നെ കൊണ്ട് ക്ഷമിക്ക്. നീ എന്നെ കൊണ്ട് മുണ്ടണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും നീ എന്നെ വെറുക്കരുത്. എനിക്ക് നീയും ഉമ്മയും മാത്രമല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? ഞാൻ നിന്റെ കൂടെ പറഞ്ഞതല്ലെങ്കിലും നിന്നെ ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ. നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതിന് ഞാൻ നിന്നെ കൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. എന്തായി പോയിട്ട്? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഉമ്മയും ആ പണിക്കാരിയൊക്കെ മിണ്ടി. എന്നാലും അവൻ മാത്രം മിണ്ടിയിട്ടില്ല. എന്നാലും കുറച്ച് അയവൊക്കെ ഉണ്ട് സംസാരത്തില്. പിന്നെ അവിടുത്തെ കാര്യങ്ങളെ വെറുതെ എന്നെ ഫോൺ വിളിച്ച് പറയാൻ നിൽക്കൊന്നും വേണ്ട, മനസ്സിലാകണ്ട. എന്തുണ്ടെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. എനിക്കറിയാലോ അന്ന് ഒരു പെടൽ പെട്ടത്. ആ പെണ്ണ് വീഡിയോ എടുത്തിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ കളിപ്പിച്ചു കൊടുക്കാൻ നിൽക്കണ്ട ആ പണിക്കാരി, മനസ്സിലാകണ്ട. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിൽക്ക്. എന്തുണ്ടെങ്കിലും മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി, ഫോൺ വിളിക്കണ്ട. ശരി. എന്നാലും എന്റെ ഒരു ഗതികേട് നോക്ക്. ആ പണിക്കാരനെ കൊണ്ട് ഞാൻ എന്റെ പണികളൊക്കെ മുമ്പ് ചെയ്യിപ്പിച്ചതാണ്. ഇപ്പൊ ഞാൻ അവൾക്ക് പണികളൊക്കെ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയായി. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാ നീ വരാൻ ഉദ്ദേശിക്കുന്നത്?
എന്തായാലും പോയതല്ലേ, ഒരാഴ്ച അവിടെ നിൽക്ക്, എന്നിട്ട് കാര്യങ്ങളൊക്കെ തീർക്ക്, എന്നിട്ട് നീ വന്നാൽ മതി. ഇതുപോലെ ഇനി വെറുതെ അവിടെ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, മനസ്സിലാണ്ട? ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഇല്ല, അത് മറക്കണ്ട. അതൊക്കെ ഞാൻ ഏറ്റു. ആ ശരി, സൂക്ഷിച്ചും കൊണ്ട് നിൽക്ക്, പറഞ്ഞത് മറക്കണ്ട, വെറുതെ വിളിക്കാൻ നിൽക്കണ്ടെന്നെ. ആ താത്ത, ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാലേ ആ ചോറൊന്ന് മാറ്റുമോ? അപ്പോഴേക്കും അതാകും. ഞാൻ മേലെ കൊണ്ടുപോയിട്ട് ഈ തുണികളൊക്കെ ഒന്ന് ഉണക്കാനിട്ടിട്ട് വരാം. ആ, ഞാൻ മാറ്റിക്കോളാം. ഓ, അവളിപ്പോൾ എന്നെ കൊണ്ട് പണി പറയാൻ തുടങ്ങി. അടിമനെ പോലെ ഇരുന്നവളാണ് ഇവള് ഈ വീട്ടിൽ. ഇപ്പം കണ്ടില്ലേ അവളുടെ സ്വഭാവത്തിൻ്റെ മാറ്റം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഈ എണ്ണ ഇവിടെ ഒഴിക്കുക. അവളിപ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ, അതോടെ അവളുടെ പണി കഴിയും. ഇതെന്താ വാതിൽ തുറന്നിട്ടിരിക്കുന്നു? ആ, നീ ഇവിടെ ഉണ്ടാ? വരുമ്പോ വാതിൽ അടച്ചിട്ട് കേട്ടാ. ആമാ. ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്? ഇത്ര നേരമായിട്ടും താഴേക്ക് വരുന്നില്ലല്ലോ. ആ, വരുന്നുണ്ട് തോന്നുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ, വീണു. അങ്ങനെ തന്നെ അടിക്കും. ഉമ്മാന്റെ സൗണ്ടാണല്ലോ, എന്ത് പറ്റിയാവോ? അല്ലോ, എന്റെ കൈ. എന്താ വീണ? ഇക്ക, ഒന്നോട്ട് വരുമോ? ഉമ്മ വീണു. അതാ ഉമ്മ. എന്താ പോണ? ആ, ഇത് നോക്കി. എങ്ങനെ പോണ്? ഇതെന്താ എണ്ണയാ? ആരാ ഇവിടെ എണ്ണയാക്കിയത്? എണ്ണയാ? ആ, ഇത് നോക്ക്, ഇത് എണ്ണയല്ലേ? ഞാൻ പിടിക്കാം. വരും. എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം. വിളിക്കേ. ഉമ്മ വീഴുമ്പോ നീ എവിടെയായിരുന്നു? ഞാൻ മോളില്, ഞാൻ താത്താന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഇത് അവള് തന്നെ. അവൾക്കിനി എൻ്റെ കുട്ടിനെയും കൂടി ഇല്ലാണ്ടാക്കണം. അതിനുള്ള വരവാണ് അവളുടെ ഇപ്രാവശ്യത്തെ വരവ്. എന്താ ചോദിച്ചത്? ഒന്നുമില്ല. എന്തുകൊണ്ട് നീ എന്റെ പെങ്ങളിനെ ഒന്ന് സൂക്ഷിച്ചോ? അവളെ ആട്ടും തൊഴിലാളി ചെന്നായിയാണ്, അതുകൊണ്ട് എപ്പോഴും നിന്റെ ഒരു കണ്ണ് അവളുടെ മേലെ വേണം കേട്ടാ. നീ പോകുമ്പോ സ്റ്റെപ്പിൽ എണ്ണ ഉണ്ടായിരുന്നാ? ഇല്ലാലോ, വരുമ്പോഴല്ലേ എണ്ണ. നീയും ഉമ്മയും മോളിലും, അപ്പൊ പിന്നെ ആരാണ് എണ്ണ ഒഴിക്കാനുള്ളത്? അതുകൊണ്ട് ശ്രദ്ധിച്ചോ. റൂബിയെ, മരുമാന്റെ ഉമ്മയെ വീണിട്ട് കൈയൊടിഞ്ഞ് കിടക്കണമെന്നല്ലേ താത്ത വിളിച്ച് പറഞ്ഞത്. ഇവിടെ നിന്ന് ആരും കാണാൻ പോകാണ്ടിരുന്നു കഴിഞ്ഞാലേ അത് അവൾക്ക് മോശമാവില്ലേ? എനിക്ക് എന്തായാലും വയ്യാലോ അവിടെ പോയി കാണാൻ. നീ ഒരു കാര്യം ചെയ്യ്, അവളെ പോയി ഒന്ന് കണ്ടിട്ട് വാ, ഉമ്മാനെയും പോയി കണ്ടിട്ട് വാ. നോക്ക്, നിന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ അവരല്ലേ നോക്കുന്നത്. ഈ അവസ്ഥയിൽ നമ്മളെ പോയി കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? ഒന്നുമില്ലെങ്കിൽ എത്ര സഹായമാണ് നമുക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല ഈ അടുത്ത കാലത്തൊന്നും. ഇനിയിപ്പോൾ മരുമാൻ്റെ ഉമ്മാൻ്റെ ആ കൈത്തൊക്കെ മാറണ്ടേ, എന്നാലല്ലേ വരാൻ പറ്റുള്ളൂ. നീ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വാ. ആ ശരി ഉമ്മ. എനിക്ക് കോളേജില്ലേ? ആ ഉമ്മ, കോളേജൊക്കെ ഉണ്ട്. ഉമ്മാനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് വന്നതാണ്. ഉമ്മ പറഞ്ഞേ ഇങ്ങനെ കൈയോട് കിടക്കണം, ഒന്ന് പോയി കാണുന്നു. അവിടെ ഉമ്മാക്ക് സുഖമില്ലല്ലോ, അല്ലെങ്കിൽ ഉമ്മ വന്നിട്ടുണ്ടാവും. ഉമ്മാക്ക് സുഖമില്ലാത്ത കാരണം പിന്നെ എന്നെ വിട്ടതാണ്. ഉമ്മാക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, മുമ്പത്തെക്കാളും കുറവൊക്കെ ഉണ്ട്. നീ എന്തിനാ കുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടെ നിന്റെ ഉമ്മ സുഖമില്ലാണ്ടിരിക്കല്ലേ? ഉമ്മാന്റെ അടുത്ത് ആള് വേണ്ടേ?
എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. കൈ ഇത്തിരി എന്തോ എല്ല് കൂട്ടിയിട്ടുണ്ട്, അത്ര തന്നെ. എന്നാ റോബി ജ്യൂസ് കുടിക്കി, അത് വാങ്ങി കുടിക്കി. നിന്റെ അനിയത്തിയെ ഇന്ന് തന്നെ പോകുവോ? ആ പോകുന്ന പറഞ്ഞത്. അവളെ കൊണ്ട് ഒരു 2 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നൊന്ന് ചോദിക്കേ. എന്തിനാണ്? അവൾക്ക് ക്ലാസ് ഇല്ലേ? അവള് പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞതേ എന്റെ താത്ത 2 ദിവസം ഇവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞത്. താത്ത പോണവരെ നിന്റെ അനിയത്തി ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്കിത്തിരി സമാധാനമാവും, അതുകൊണ്ട് പറഞ്ഞതാണ്. എനിക്കെന്തോ താത്താനെ അത്രയ്ക്ക് വിശ്വാസം പോരാ. എനിക്കാണെങ്കിൽ പുറത്തും പോകണമല്ലോ, ഉമ്മയാണെങ്കിൽ വയ്യാണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് എന്തോ മനസ്സിനൊരു പേടി. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല താത്താന്റെ സ്വഭാവം. തക്കം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും മടിക്കില്ല. അങ്ങനത്തെ അവളാണ് അവള്. എൻ്റെ ജീവിതത്തിൽ അവൾ കളിച്ചതൊന്നും നീ മറക്കണ്ട. ഉമ്മ വെറുതെ പണിതാണെന്നാണ് നീ വിചാരിക്കുന്നത്? വെറുതെ ഉമ്മ ഇങ്ങോട്ട് താത്താനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേ വെറുതെ സമ്മതിക്കേണ്ടിയിരുന്നില്ല. എന്നാ പിന്നെ എനിക്ക് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ താത്ത വരികയും ചെയ്തു, ഇനിയിപ്പോ താത്താനെ കൊണ്ട് എങ്ങനെ പോകാൻ പറയുക? അപ്പൊ അതുകൊണ്ട് 2 ദിവസം എന്തായാലും ഇവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞു. പോണവരെ നിന്റെ അനിയത്തി ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്കിത്തിരി സമാധാനമാകും. ഞാൻ പറഞ്ഞു നോക്കാം. ആ എന്നാ അവളെ കൊണ്ടൊന്ന് പറഞ്ഞു നോക്ക്. എന്നാ പിന്നെ എനിക്ക് മനസമാധാനത്തിൽ വെളിയിൽ പോകാലോ. ആ പണിന്റെ അനിയത്തി എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത്? ആന്ന്, ഞാനും ആ കുരിശിനെ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ അതിനെ കൂടി ശ്രദ്ധിക്കണ്ടേ? ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഇതോടെ നിന്റെ ആങ്ങളുടെ കാര്യത്തിലേ ഒരു തീരുമാനമാകും. എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന്, അത്ര തന്നെ. നിങ്ങൾ കാര്യം പറയുന്നു, വെറുതെ ചക്ക് കൊക്ക് എന്ന് പറഞ്ഞിട്ട്. ഡി അവിഹിതം. അവിഹിതമാ? ആടി, നിന്റെ ആങ്ങളാന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ അവിടെ, അവനും നിന്റെ ആ പണിക്കാരി ഉണ്ടല്ലോ അവളുടെ അനിയത്തിയും തമ്മിൽ അവിഹിതം. അങ്ങനെ ആക്കിയെടുക്കണം നീ. പറഞ്ഞത് മനസ്സിലാകണ്ട? നിന്നെ കൊണ്ട് അതിന് പറ്റും.